നമസ്കാരം. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ട് പുറപ്പെടുവിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. നാളെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 21-ന് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മുന്നറിയിപ്പുള്ള ഈ സമുദ്ര മേഖലകളിൽ ഈ പറഞ്ഞ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല. ഇനി ഉത്തരേന്ത്യൻ ശൈത്യം കർണാടക വഴി കേരളത്തിലെത്തുന്നതോടെ വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമൊക്കെ തണുത്ത അന്തരീക്ഷ സ്ഥിതി വീണ്ടും തുടരുകയാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് തണുത്ത അന്തരീക്ഷം അനുഭവപ്പെടുന്നത്. കർണാടകയിലെ മൈസൂർ വഴിയെത്തുന്ന ശീതക്കാറ്റാണ് കാരണം. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിൽ രാത്രി താപനില 20 ഡിഗ്രിയോട് അടുത്താണ് അനുഭവപ്പെടുന്നത്. എന്നാൽ കോഴിക്കോട്, മലപ്പുറം ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലെ തീരപ്രദേശത്തും രാത്രി താപനില 16-18 ഡിഗ്രിയിലേക്കാണ് താഴ്ന്നത്. വടക്കൻ കേരളത്തിലെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിൽ താരതമ്യേന തണുപ്പ് കുറവാണ്. 18-നും 20 ഡിഗ്രിക്കും ഇടയിലാണ് കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ രാത്രി താപനില പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തീരദേശ മേഖലയിൽ താപനില 20 ഡിഗ്രിയിലേക്ക് എത്തും. പൊതുവെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുകയാണ്. പകൽ ചൂടിലും വ്യത്യാസം കണ്ടു തുടങ്ങി. കാസർഗോഡ് ജില്ലയിലും എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലും പകൽ ചൂട് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. 32 മുതൽ 34 ഡിഗ്രി വരെയാണ് ഈ മേഖലയിൽ പകൽ താപനില പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വടക്കൻ ജില്ലകളിൽ പകൽ താപനിലയും കുറഞ്ഞ നിലയിലേക്ക് തുടരുകയാണ്. 28 മുതൽ 30 ഡിഗ്രി വരെയാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പകൽ താപനില പ്രതീക്ഷിക്കുന്നത്. വയനാട് ജില്ലയിൽ 26 മുതൽ 28 ഡിഗ്രി വരെയാണ് പകൽ ചൂട് പ്രതീക്ഷിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അതിമർദ്ദം, പശ്ചിമവാതത്തിന്റെ സ്വാധീനം എന്നിവയാണ് ഉത്തരേന്ത്യൻ ശൈത്യകാറ്റിനെ ദക്ഷിണേന്ത്യയിൽ എത്തിക്കുന്നത്. കേരളത്തിലെ തെക്കൻ മേഖലയിലെ ഒരു ചക്രവാത ചുഴി കഴിഞ്ഞ ദിവസം മുതൽ നിലനിൽക്കുന്നതിനാൽ തണുപ്പ് തെക്കൻ ജില്ലകളിലേക്ക് എത്തുന്നതിന് ചെറിയ പ്രതിരോധമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിലായാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. ഇത് നീങ്ങുന്നതോടെ തെക്കൻ ജില്ലകളിലേക്കും തണുപ്പെത്തും. കഴിഞ്ഞ ദിവസം മുതൽ ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗത്തെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ദക്ഷിണേന്ത്യയിലും ശൈത്യതരംഗ മുന്നറിയിപ്പുണ്ട്. തെലങ്കാനയിലെ വിവിധ ജില്ലകളിലായാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഡിസംബർ പകുതിയുടെ ശൈത്യതരംഗ മുന്നറിയിപ്പ് ദക്ഷിണേന്ത്യയിൽ പതിവുള്ളതല്ല. കേരളത്തിൽ ക്രിസ്മസ് വരെ സമാന കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ അതുവരെയും വിട്ടുനിൽക്കും.